ലോകത്ത് പലതിനും അവകാശങ്ങൾ പറയുന്നവരില്ലേ? ഇവിടുത്തെ ചെടികൾക്ക് അവകാശമുണ്ട്, ഇവിടുത്തെ ഭൂമിക്ക് അവകാശമുണ്ട്, നമ്മൾ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, കടലിന് വേണ്ടി പോരാടുന്നവരുണ്ട്, മരങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, പക്ഷികൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. ഈ ലോകത്തെ പലതിനു വേണ്ടിയും അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടുന്നവരുണ്ട്, നായകൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇസ്രയേൽ കൊന്നുതള്ളിയത് 60,000 മനുഷ്യരെയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് നാവുകൾ ഉയരാത്തത്? 60,000 മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയതിന്റെ ചിത്രം ആധുനിക ലോകത്ത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ ഇരട്ടത്താപ്പ് എല്ലാ സ്ഥലത്തും ഉണ്ട്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ജർമ്മനിയെ പങ്കെടുപ്പിച്ചില്ല, ജപ്പാനെയും പങ്കെടുപ്പിച്ചില്ല. എന്തായിരുന്നു കാരണം? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ടു എന്നതിന്റെ പേരിൽ 1948 നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ 2 രാജ്യങ്ങളെ വിലക്കി. 1920-ലും 24-ലും ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ജർമ്മനിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 1992-ൽ അന്നത്തെ ഒളിമ്പിക്സിലോ അന്നത്തെ കായിക മത്സരങ്ങളിലോ ഒന്നും ഇടപെടാൻ യൂഗോസ്ലോവാക്യ എന്ന രാജ്യത്തിന് അവസരം കൊടുത്തില്ല. കാരണം അവരുടെ നാട്ടിൽ നടന്ന, സെർബിയയിൽ നടന്ന കലാപങ്ങളും വംശഹത്യകളുമായിരുന്നു അതിന്റെ കാരണം. 2022 ലോകകപ്പിൽ നിന്ന് റഷ്യയെ പുറത്താക്കിയത് എന്തിനാണ്? ഉക്രൈനുമായി യുദ്ധം ചെയ്തു എന്നതിന്റെ പേരിലാണ്. 948 മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ഇസ്രയേലിനെ എപ്പോഴെങ്കിലും ഒരു തവണ ഏതെങ്കിലും ഒരു ലോകവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കാൻ, നമ്മൾ ആലോചിക്കാൻ, മനസ്സിലാക്കാൻ പറയാം. ഇങ്ങനെ ലോകത്തെ എല്ലാ നീതിയും ന്യായവും ഇസ്രയേലിന്റെ മുമ്പിൽ മാറി നിന്നു. അന്നു മുതൽ എഴുതപ്പെട്ട ഏതെല്ലാം കരാറുകളുണ്ടോ അവയൊക്കെയും ലംഘിച്ചു കളഞ്ഞു.